കാസർഗോഡ് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. പ്രദേശത്തെ 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, H1N1 ഭീഷണിയും സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാസർഗോഡ് അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ചയാണ് യശോദ മംഗലാപുരത്തെ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടയിൽ മരിച്ചത്. മംഗലാപുരത്ത് നടത്തിയ പരിശോധനയിലാണ് H1N1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനിയും ചുമയും ഉൾപ്പെടെ ബാധിച്ച് ആദ്യം കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു. 2 or 3 തവണ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി. അന്ന് പനിക്കായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അസുഖം ഭേദമാകാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ചയാണ് യശോദയെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചികിത്സയിലിരിക്കെ 3-ാം ദിനമാണ് മരണം സംഭവിച്ചത്. മംഗലാപുരത്ത് നടത്തിയ പരിശോധനയിൽ H1N1 സ്ഥിരീകരിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന അസുഖ ലക്ഷണങ്ങളുള്ള 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. നിലവിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ H1N1 സ്ഥിരീകരിച്ചിട്ടും ആദ്യഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് കാര്യമായ മുൻകരുതലുകളോ ജാഗ്രതാ നിർദ്ദേശമോ എടുത്തില്ലെന്നൊരു വിമർശനം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. സിജു, ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സമഗ്രമായ ഈ പ്രതിരോധ നടപടികളിലേക്ക് വകുപ്പ് കടക്കുന്നുണ്ടോ അവിടെ? മനു, വളരെ പ്രധാനപ്പെട്ട അസുഖമാണ്. സമ്പർക്കത്തിലുള്ളവർക്ക് ഈ അസുഖം പകരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതാണ് H1N1. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം, മുൻകരുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഇവരുടെ ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകൾ 7 പേർക്ക് അസുഖ ലക്ഷണമുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇവരുടെ സാമ്പിളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ അസുഖം വരുമ്പോൾ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതുണ്ട്. എന്നാൽ കാസർഗോഡ് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് മാധ്യമങ്ങൾക്കോ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ കൈമാറ്റമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എടുക്കേണ്ട മുൻകരുതൽ എടുത്തിട്ടില്ല, ജനങ്ങൾക്ക് ബോധവൽക്കരണം എന്ന രീതിയിൽ അറിയിപ്പ് നൽകിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും 7 പേരുടെ സാമ്പിൾ ഇപ്പോൾ നിലവിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവർക്ക് അസുഖ ലക്ഷണമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുമായി ബന്ധം പുലർത്തിയിരുന്ന കൂടുതൽ ആളുകളെ കണ്ടെത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏതായാലും തിങ്കളാഴ്ചയാണ് ഇവർ മരണപ്പെട്ടത്. തിങ്കളാഴ്ച തന്നെ ബന്ധുക്കൾക്ക് വിവരം നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വാർത്ത നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ശരി.